കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഒടമല, പരിയാപുരം ഭാഗങ്ങളിൽ കൃഷിക്ക് ഭീഷണിയായ കാട്ടുപന്നികളെ ഷൂട്ടർമാർ വെടിവെച്ചു. അംഗീകാരമുള്ള ഷൂട്ടർമാരുടെയും സഹായികളുടെയും നേതൃത്വത്തിൽ 12 പന്നികളെയാണ് വെടിവെച്ചിട്ടത്. രാവിലെ മുതൽ വൈകിട്ട് വരെ തുടർന്ന മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനിടയിലാണ് കൃഷിക്ക് ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചത്. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ 4-5 വാർഡുകൾ ഉൾപ്പെടുന്ന പരിയാപുരം, ഒടമല ഭാഗങ്ങളിലാണ് പന്നിവേട്ടയുമായി ഷൂട്ടർമാരും സഹായികളും മുന്നിട്ടിറങ്ങിയത്. ഈ പ്രദേശത്തെ ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക വിളകളാണ് കാട്ടുപന്നികൾ മൂലം നശിപ്പിക്കപ്പെടുന്നത്. ഭീഷണിയായ കാട്ടുപന്നികളെ തുരത്തിയത് കർഷകർക്ക് ആശ്വാസമായി. കാട്ടുപന്നിവേട്ട ഇനിയും തുടരുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം CT നൌഷാദ് അലി, ഹംസക്കുട്ടി എന്നിവർ പറഞ്ഞു. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു കാട്ടുപന്നികളുടെ ശല്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കർഷകർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വിവിധ തരത്തിലുള്ള കൃഷികൾ ചെയ്യുകയും എന്നാൽ അത് പന്നി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി ലൈസൻസുള്ള ഷൂട്ടർമാർ നമ്മുടെ 4-5 വാർഡുകളിൽ, ഒടമല, പരിയാപുരം പ്രദേശങ്ങളിൽ പന്നിവേട്ട നടത്തുകയും ഏകദേശം 12ഓളം പന്നികളെ ഇന്ന് വെടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. കാരണം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ചെയ്യുന്ന കൃഷി നാശം വരുത്തുക എന്ന് പറയുന്നത് മാനസികമായിട്ട് അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല ഇന്നത്തെ ദിവസമാണ് ഇന്ന് ഈ 2 വാർഡുകളിൽ പന്നിവേട്ട നടത്തിയത്. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കൂടെ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പന്നിവേട്ട നടത്തുന്നതാണ്. അലി നെല്ലിങ്കര, ദേവകുമാർ വരിക്കത്ത്, മനോജ് കുമാർ മണ്ഡലായ, ഇസ്മായിൽ താഴേക്കോട്, ചന്ദ്രൻ വരിക്കത്ത്, തോമസ് VJ എന്നീ 6 ഷൂട്ടർമാരും സഹായികളുമാണ് പന്നിവേട്ട നടത്തിയത്. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.